പൃഥ്വിരാജിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒടിയൻ. മഞ്ജു വാര്യരാണ് ചിത്രത്തിലെ നായിക. ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ 2018 മോഹൻലാൽ നായകനായി ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരികയാണ്. മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഒടിയൻ. മോഹൻലാലിൻ്റെ ലുക്കായിരുന്നു ആ സിനിമ കാണാൻ ഏറ്റവും ആകർഷിച്ചതും. എന്നാൽ തിയേറ്ററിൽ എത്തിയപ്പോൾ കൊമേഴ്ഷ്യലി ചിത്രം വിജയമാണെങ്കിലും മോഹൻലാലിന് ഒരുപാട് ട്രോൾ വാങ്ങിക്കൊടുക്കാൻ ഈ സിനിമയിലെ കഥാപാത്രത്തിന് സാധിച്ചു. ഒടിയൻ സിനിമയ്ക്ക് വേണ്ടി 18 കിലോ ഭാരമായിരുന്നു മോഹൻലാൽ കുറച്ചത്. സിനിമയിൽ ലാസ്റ്റ് ഷെഡ്യൂളിന് മുമ്പായിരുന്നു മോഹൻലാലിൻ്റെ ഒടിയൻ ലുക്ക് പുറത്ത് വന്നത്. ലുക്ക് പുറത്ത് വന്നത് മുതൽ വൻ ട്രോളായിരുന്നു സോഷ്യൽ മീഡിയയിൽ. സിനിമ ഇറങ്ങിയ ശേഷവും സംവിധായകനും മോഹൻലാലിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ആറാട്ടുകളുമായിരുന്നു. പൃഥ്വിരാജ്, രാഹുൽ സദാശിവൻ ഒടിയൻ വാർത്തകൾ ഇന്ന് പുറത്തു വന്നപ്പോൾ ഇപ്പോഴിതാ വീണ്ടും പഴയ ട്രോളുകൾ കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ. രാജുവേട്ട കഞ്ഞിയെടുക്കട്ടെ, ലാലേട്ടൻ്റെ ക്യാമിയോ കൂടി ഉണ്ടേൽ കത്തും തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾക്കും വാർത്തകൾക്കും താഴെ വരുന്നത്. പരസ്യ സംവിധായകനായ ശ്രീകുമാറിൻ്റെ ആദ്യ ചിത്രമായിരുന്നു ഒടിയൻ. ഒടിയന് ശേഷം മറ്റൊരു സിനിമയും ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്തിട്ടുമില്ല. അതേസമയം സിനിമയെപ്പറ്റി പല നെഗറ്റീവ് കമൻറ്റുകളുണ്ടെങ്കിലും മോഹൻലാൽ സിനിമയ്ക്കായി എടുത്ത എഫേർട്ടിനെയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെയും പ്രശംസിച്ചും നിരവധി പേർ എത്തുന്നുണ്ട്. ഇനി ആരൊക്കെ വന്നാലും ഒടിയൻ മോഹൻലാൽ തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. ഹൊറർ സിനിമ ജോണറിൽ പുത്തൻ സിനിമാ അനുഭവവും കഥ പറച്ച രീതിയുമായി പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ബ്രഹ്മയുഗവും ഭൂതകാലവും സീറോയും പോലെ ഒരു പിടി മികച്ച പേടിപ്പെടുത്തുന്ന സിനിമയ്ക്കുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകരും. പുതിയ ഒടിയനിൽ നായിക മഞ്ജു വാര്യർ എന്നതും കൗതുകം വർദ്ധിപ്പിക്കുന്നുണ്ട്. എമ്പുരാൻ, ലൂസിഫർ, പാവാട എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ചിത്രമാണ് ഒടിയൻ. പൃഥ്വിരാജ് നായകനാകുന്ന പാവാടയിൽ അതിഥി വേഷമായിരുന്നു മഞ്ജു വാര്യർ എത്തിയത്.